നമസ്കാരം. സാധാരണക്കാരായ മുഴുവൻ രോഗികൾക്കും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമാകുന്നതേയില്ല. പറഞ്ഞ വാക്കിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകണം. സാധാരണക്കാരായ രോഗികൾ നേരിടുന്ന ദുരിതം നേരിട്ട് കാണണം. ദുരിതം വിട്ടൊഴിയാത്ത വണ്ടാനം മെഡിക്കൽ കോളേജ്. ഫോർ ദ പീപ്പിൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ദീർഘനാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് പാവപ്പെട്ടവന്റെ മികച്ച ജനകീയ ആതുരാലയമെന്ന സ്വപ്നമായ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി വിശാലമായ ക്യാമ്പസിൽ അടിത്തറയിട്ടത്. പക്ഷേ പലവിധ കാരണങ്ങളാൽ നാം കണ്ട സ്വപ്നങ്ങൾ പാഴ്ക്കിനാവായി മാറുന്നു. അതിന്റെ കാരണങ്ങൾ തേടുമ്പോൾ നാം എത്തുന്നത് മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത എന്ന വലിയ ചൂണ്ടുപലകയിലേക്കാണ്. ഇച്ഛാശക്തിയുള്ള, കാര്യപ്രാപ്തിയുള്ള, കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടും വിശാല വീക്ഷണത്തോടും കാണാൻ കഴിയുന്ന അധികാരികളുടെ അഭാവത്തിലേക്കാണ്. തിരുമല ദേവസ്വത്തിന്റെ സ്വകാര്യ സ്ഥാപനമായിരുന്ന TD മെഡിക്കൽ കോളേജ് 1963 സർക്കാർ മെഡിക്കൽ കോളേജായി മാറിയതാണ്. ആശുപത്രിക്ക് ആവശ്യമായ സ്ഥലമെടുപ്പും ആദ്യകാല പ്രവർത്തനങ്ങളുമെല്ലാം ജനകീയ സ്വഭാവവും ഈ പ്രദേശത്തെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ചരിത്രമുണ്ട്. നൂറുകണക്കിന് പ്രദേശവാസികൾ കിടപ്പാടം വിട്ടുകൊടുത്താണ് ഇന്ന് കാണുന്ന 12 ഏക്കർ രൂപപ്പെട്ടതും ആശുപത്രി കെട്ടിയുയർത്തപ്പെട്ടതും. സ്കിൻ, ദന്തൽ, ക്യാൻസർ തുടങ്ങിയ വിഭാഗങ്ങൾ ആലപ്പുഴയിൽ നിന്നും വണ്ടാനത്തേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റിയതാണ് ആശുപത്രിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയത്. അധികാരികളുടെ അവഗണനയും അനാസ്ഥയും മൂലം സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ ആശുപത്രിയുടെ പ്രവർത്തനം കടുത്ത വിമർശനങ്ങൾക്കിടയാക്കുന്നു. ഈ ഗുളിക ഇവിടെ ഇല്ല, പുറത്തുനിന്ന് മേടിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ്? അന്നേരമാണ് ഈ 3 മണി 4 മണി വരെ കാണും. മരുന്നുകളും ഇവിടെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് ചിലപ്പോൾ ഇത് ലിസ്റ്റ് നോക്കിയാൽ പറയും ഇല്ലെന്ന് പറയും. ഈ ഞങ്ങൾ ഇത്രയും ഈ വെയിലത്ത് നിന്ന് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വയ്യാത്തവർ അങ്ങ് അറ്റം വരെ ചെല്ലുമ്പോഴാണ് നോക്കിയിട്ട് സിസ്റ്റം പിടിച്ചെല്ലാം നോക്കിയിട്ട് പറയുന്നത് ഇവിടെ ഈ മരുന്ന് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് മേടിക്കണമെന്ന്. അതായത് ഡോക്ടർ പറയുന്നത് ഇവിടെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടർ പറഞ്ഞ് ഇങ്ങോട്ട് വിടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണ്ണമായും വണ്ടാനത്തേക്ക് മാറിയിട്ട് 8 കൊല്ലമായിട്ടുണ്ടാകും. നേരത്തെ ആലപ്പുഴ നഗരത്തിലെ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നു ആശുപത്രി. വണ്ടാനത്ത് സ്ഥലം വാങ്ങി നിരവധി പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആശുപത്രി അല്പമെങ്കിലും സ്ഥല സൗകര്യമുള്ള ഇടത്ത് വശത്ത് പ്രവർത്തിക്കാൻ അവസരമൊരുങ്ങിയത്. ഒരു വികസന സാധ്യതയുമില്ലാത്ത നഗരത്തിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഈ ആശുപത്രിയായിരുന്നു ആലപ്പുഴക്കാരുടെ അത്താണി. അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പ്രദേശത്തെ താലൂക്ക് ആശുപത്രികളിൽ നിന്നെല്ലാം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു രോഗികളെ റഫർ ചെയ്യാറുണ്ടായിരുന്നത്. ആലപ്പുഴയിലെ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കണമെങ്കിൽ വണ്ടാനത്ത് കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നറിയാമായിരുന്നിട്ടും അശ്രദ്ധയും അലസതയും കൊണ്ട് അത് നരകിച്ച് നഗരത്തിൽ തന്നെ കിടക്കുന്നു. ഒടുവിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ആശുപത്രി വണ്ടാനത്തേക്ക് മാറ്റാൻ കർശനമായി തീരുമാനിക്കുകയായിരുന്നു. എന്തിനായിരുന്നു ഈ മാറ്റം? മെച്ചപ്പെട്ട പൊതു ആരോഗ്യ സംവിധാനമാക്കി വികസിപ്പിക്കാൻ. മെഡിക്കൽ കോളേജ് നേരത്തെ തന്നെ വണ്ടാനത്താണ്. അപ്പോൾ അക്കാദമികമായും അതാണ് നല്ലത്. അതനുസരിച്ച് ഓരോന്നോരോന്നായി സ്പെഷ്യാലിറ്റികൾ കൊണ്ടുവരാം. ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗവും മറ്റും ആരംഭിക്കുകയും ചെയ്തു. ഇതായിരുന്നു സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന് വേണ്ടി എടുത്ത എഫർട്ടിന്റെ ഒരു 25% എഫർട്ട് പോലും കഴിഞ്ഞ ഭരണകൂടം വണ്ടാനം മെഡിക്കൽ കോളേജിനെ ശാക്തീകരിക്കാൻ വേണ്ടി എടുത്തില്ല. ആദ്യഘട്ടത്തിൽ നല്ല നിലയിൽ ആ മെഡിക്കൽ കോളേജ് മുമ്പോട്ട് വരികയും അവിടുത്തെ അക്കാഡമിക് ഇടപെടലുകളും വിദ്യാഭ്യാസ ഇടപെടലും പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിനും അവിടുത്തെ മെഡിക്കൽ കോളേജ് സംവിധാനം കുറ്റമറ്റതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് നടത്തിയത്. ആ ആശുപത്രി ടൗണിൽ നിന്നും വണ്ടാനത്തേക്ക് കൊണ്ടുവരും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒന്നുകിൽ ഡൽഹിയിലെ ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന സ്ഥലവും സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളൊന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം അവിടെ ധനകാര്യ വകുപ്പിൻ്റെ ബഡ്ജറ്റ് പരിശോധിച്ച 2 ശീർഷകങ്ങളിലായി 15 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചത് ആ മെഡിക്കൽ കോളേജിന് വേണ്ടി. ആ 15 കോടി രൂപ തന്നെ പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ശക്തമായ ഇടപെടലിലൂടെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഹരിപ്പാട് നഗരത്തിന് തെക്ക് നങ്ങ്യാർകുളങ്ങരയിൽ NTPCയുടെ ഉപയോഗിക്കാത്ത സ്ഥലം ഏറ്റെടുത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിന് നൽകാനായിരുന്നു ആദ്യ ശ്രമം. NTPC വഴങ്ങാതെ വന്നപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം നടത്തി നോക്കി. കേന്ദ്രഭരണം മാറി വന്നതോടെ NTPC നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല NTPCക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ചിലരും ഈ നീക്കം എതിർത്തു. കേസും പൊല്ലാപ്പുമായി കാര്യം കുഴപ്പത്തിലായി. സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടും NTPC സ്ഥലം ലഭ്യമായില്ല. അതേ തുടർന്ന് കരുവാറ്റയിൽ നെൽവയൽ ഏറ്റെടുത്ത് നൽകാൻ തീരുമാനമായി. സ്ഥലം ഏറ്റെടുക്കാൻ 25 കോടി രൂപ അനുവദിക്കാനും തീരുമാനമായി.
നെല്ല് സംഭരിച്ച പണം നൽകാൻ നിവൃത്തിയില്ലാത്ത സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കാൻ കാണിക്കുന്ന ഉത്സാഹം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. NDPCയിൽ നിന്നും വസ്തു ഏറ്റെടുത്തപ്പോൾ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുത്ത നെഞ്ഞാറകുളങ്ങരയിലെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ NDPCയുടെ 2ാം ഘട്ട പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ NDPC ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും NDPCയും തമ്മിൽ ഗൗരവമായ കേസ് നടപ്പുണ്ടായി. അവിടെ വെച്ച് NDPC CMD കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുമായി NDPC ചെയർമാൻ നടത്തിയ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായിട്ടുള്ള ആൾ നടത്തിയ ചർച്ചയിൽ NDPC ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. അതിലൊന്ന് ആറാട്ടുപുഴ പഞ്ചായത്തിലെ ഇപ്പോൾ NDPC നിൽക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന സർക്കാർ വിട്ടുകൊടുത്ത ബാക്കി 25 ഏക്കർ ഭൂമി NDPCയുടെ ചെലവിൽ 46 കോടി രൂപ മുടക്കി നികത്തി 25 ഏക്കർ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. വണ്ടാനത്തുള്ള സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 18 കിലോമീറ്റർ മാത്രം അകലെ മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനായി സർക്കാർ ഇത്ര ഭ്രാന്തമായി മുൻകൈയെടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം ശാസ്ത്ര സാഹിത്യ പരിഷത്തും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും മറ്റും തുടക്കം മുതൽ ഉയർത്തിയിരുന്നു. ഏതെങ്കിലും സ്വകാര്യ സംരംഭകനോ സാമൂഹ്യ ഗ്രൂപ്പോ മുന്നിട്ടിറങ്ങി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് തുടങ്ങാമെന്ന താൽപര്യം പ്രകടിപ്പിക്കുകയല്ല. സർക്കാർ എന്തിന് ഈ പണി ചെയ്യുന്നു എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം ഇത് PPP ആണ് എന്നതായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള സംഘടനകൾ ഇതിനെ എതിർത്തത് സ്വകാര്യ മെഡിക്കൽ കോളേജ് വരുന്നതിനെയല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം എതിർക്കുന്നത്, ഞങ്ങൾ എതിർക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലും എല്ലാ സ്ഥലത്തുമുണ്ട്. അത് സ്വകാര്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തെ കിംസ് ആണെങ്കിലും അതുപോലെ തന്നെ എറണാകുളത്തെ വിവിധ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എടുത്ത് പരിശോധിച്ചാലും അതെല്ലാം ഒരു കൂട്ടം സ്വകാര്യ മുതലാളിമാർ അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്ന് അവരുടെ പണം മുടക്കി പണം കണ്ടെത്തി അവർ തന്നെ ഭൂമിയും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാക്കി അവർ തന്നെ മെഡിക്കൽ കോളേജ് തുടങ്ങുകയാണ്. അത്തരം ഒത്തിരി ഉദാഹരണങ്ങൾ കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഹരിപ്പാട് വരുന്ന മെഡിക്കൽ കോളേജ് സ്വാഭാവികമായും എതിർക്കപ്പെടുന്നത് ഹരിപ്പാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് 26% ഓഹരി മൂലധനം സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കി അതിന് മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കി കൊടുക്കുക എന്ന സമീപനമാണ് ആ ഗവൺമെൻറ് ഒന്നാമതായി സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലാണ് ഏറ്റവും പ്രഗത്ഭമതികളായ ഡോക്ടർമാർ ജോലി ചെയ്യുന്നത്. എന്നാൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനാകാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനാകാതെ സർക്കാർ കുഴങ്ങുകയാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. 2016-2017 വാർഷിക പദ്ധതിയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് 2 ചെലവ് ശീർഷകങ്ങളിലായി 13 കോടി രൂപ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിന് ഭൂമി ഏറ്റെടുക്കാൻ കൈമാറിയത് 25 കോടി രൂപയാണ്. കുറഞ്ഞത് 300 കോടി രൂപയെങ്കിലും നബാർഡ് വായ്പയെടുത്ത് ആശുപത്രി പണിതു കൊടുക്കാനും പോകുന്നു. ഇതിന്റെ പാതി പണവും പാതി ശ്രദ്ധയും ഉണ്ടായിരുന്നെങ്കിൽ വണ്ടാനം ഇന്ത്യയിലെ മികച്ച പൊതു ആരോഗ്യ കേന്ദ്രമായി മാറുമായിരുന്നു. വണ്ടാനം ആശുപത്രിയുടെ വളർച്ച മുരടിപ്പിച്ചുകൊണ്ട് പൊതുപണം സ്വകാര്യ മെഡിക്കൽ കോളേജിന് വഴിവിട്ട് കൈമാറുന്ന വിദ്യയാണ് ഹരിപ്പാട് നടക്കുന്നത്. 500 കിടക്കുകളുള്ള ആശുപത്രി എന്ന് പറയുന്നത് അത് ആരാണ് പണിഞ്ഞു നൽകുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് പണിഞ്ഞു നൽകുന്നത്. അതിന് നബാർഡിൽ നിന്നും 500 കോടി രൂപ വായ്പ എടുത്തുകൊണ്ട് ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആശുപത്രി സമുച്ചയവും അതിൻ്റെ ചെലവുമാണ്. ആ ചെലവ് നബാർഡിൽ നിന്നും 14% വായ്പയെടുത്ത് പണിഞ്ഞു കൊടുക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. ഫലത്തിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്ന രൂപത്തിൽ സ്വകാര്യ മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. എല്ലാം ശരിയാക്കാമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയിട്ടും സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ല. ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താത്തത് മൂലം ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് രോഗികളാണ് വലയുന്നത്. 1962 സ്റ്റാഫ് പാറ്റേണാണ് ഇവിടെ ഇപ്പോഴുമുള്ളത്. രോഗികളുടെ എണ്ണം 5 ഇരട്ടി വർദ്ധിച്ചിട്ടും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. വിവിധ വിഭാഗങ്ങളിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ലെക്ചർമാർ, നഴ്സുമാർ തുടങ്ങിയവരുടെ നിരവധി ഒഴിവുകളാണ് നികത്താനുള്ളത്. നിലവിലുള്ള സ്ഥല സൗകര്യം അപര്യാപ്തമാണ്. 20 പേർ ഒരുപോലെ വന്നാൽ തന്നെ സ്ഥലമില്ലാത്ത സ്ഥിതിയാണ്. അപകടത്തിൽപ്പെട്ട രോഗികൾ വന്നാൽ 4 പേരിൽ കൂടുതൽ കിടത്താനുള്ള കിടക്കകളുടെ സൗകര്യം പോലുമില്ല.
സ്കാനിങ് സംവിധാനമടക്കം, അതുപോലെ എല്ലാ മേഖല OP സംവിധാനം, ട്രോമ കെയർ യൂണിറ്റ്, അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് മരുന്നില്ല, അവിടുത്തെ ഉള്ള എക്യുപ്മെൻറ്റ്സ് തന്നെ, ഉപകരണങ്ങൾ തന്നെ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ ഷിഫ്റ്റിൽ ഡ്യൂട്ടിയിൽ കൃത്യമായി ആളിനെ വെക്കാൻ അവിടെ ആളില്ല. ആ രീതിയിൽ അവിടെ ഹൗസ് സർജന്മാരാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാർഡിയോളജി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതിനു ശേഷം പകരം ഡോക്ടർമാരെ നിയമിക്കാത്തതിനാൽ രോഗികൾ വലയുകയാണ്. പ്രധാനപ്പെട്ട പല തസ്തികകളിലും അനുവദിക്കപ്പെട്ട എണ്ണത്തിന്റെ 4/1 ആളുകളെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. എപ്പോൾ വന്നാലും ഈ തിരക്ക് തന്നെ, ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം 5 മണി വരെ ഉണ്ടാവും, 5 മണി വരെ ഉണ്ടാവും. ക്ലോസ് ചെയ്യുന്നിടം വരെ ഈ തിരക്ക് തന്നെയാണ്. ഏത് സമയം മെഡിസിൻ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഡോക്ടറെ കാണുന്നതിലും ബുദ്ധിമുട്ടി മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുന്നത്. രോഗിയുടെ കൂടെ ചില മരുന്നുകളൊന്നും കാണത്തില്ല. നമ്മൾ ഈ ക്യൂ നിന്നിട്ട് അവിടെ ചെല്ലുമ്പം ചില മരുന്നുകളൊന്നും അതിവിടെ കാണുകയില്ല. കെട്ടിടങ്ങളുടെയും കിടക്കകളുടെയും എണ്ണം പ്രതിവർഷം വർദ്ധിപ്പിക്കാറുണ്ടെങ്കിലും ഇതനുസരിച്ച് ജീവനക്കാരുടെ തസ്തികകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാറില്ല. പല തസ്തികകളിൽ 100 അടക്കമുള്ള വിവിധ തസ്തികകളിൽ ഉണ്ടായിരുന്ന ആ മെഡിക്കൽ കോളേജിൻ്റെ തസ്തിക ഉൾപ്പെടെ ഇടുക്കി, മലപ്പുറം, മഞ്ചേരി അടക്കമുള്ള മെഡിക്കൽ കോളേജുകൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന പുതിയ തസ്തിക എന്ന് വെച്ചാൽ 100 അടക്കമുള്ള തസ്തികയടക്കം ഡോക്ടർമാരെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത്. മുൻവിധികളില്ലാതെ, മുൻപഠനങ്ങളില്ലാതെ ആരംഭിച്ച കേരളത്തിലെ നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, ആ മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് യാതൊരുവിധ ഹോംവർക്കും നടത്താതെ ഗവൺമെൻറ് തുടങ്ങിയതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി. 10 രോഗികളിൽ കൂടുതൽ പേർ ഒരേ സമയം എത്തിയാൽ നട്ടം തിരിയുകയാണ് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും. രക്തപരിശോധനയ്ക്കായി രോഗികൾ നെട്ടോട്ടമോടുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഒരു കേന്ദ്രീകൃത ലാബ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രതിദിനം ആയിരക്കണക്കിന് രോഗികളാണ് ഇതിനെ ആശ്രയിക്കുന്നത്. അടിയന്തരമായി ചികിത്സ ആവശ്യമായ രോഗികളുടെ രക്തപരിശോധനാ ഫലം ലഭിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. സർക്കാർ മാറിയിട്ടും ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് മാത്രം പരിഹാരമില്ല. അത്യാവശ്യ മരുന്നുകളൊന്നും വാർഡുകളിലും ഫാർമസിയിലുമില്ല. മാസ്ക് ഉൾപ്പെടെയുള്ളവ പോലും പുറമേ നിന്ന് രോഗികൾ വാങ്ങുന്നു. കോർപ്പറേഷന്റെ സംഭരണശാല സ്ഥാപിക്കുവാൻ നിശ്ചയിച്ചത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. കാരുണ്യത്തിൽ പോലും പല മരുന്നുകളും ലഭ്യമല്ല. ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണം. 8 മണിക്ക് ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ആദ്യം ഒരു ഡോക്ടർ അവിടെ കൊണ്ടുപോയപ്പോൾ ഇവിടെ അല്ല, അപ്പുറത്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പുറത്ത് കാണിച്ച് അവിടെ നിന്ന് വന്ന് ക്യൂവിൽ നിൽക്കുക. ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞ് ഇന്ന് വന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ പറയും മരുന്ന് കാണത്തില്ല, പാരസെറ്റാമോളോ എന്തെങ്കിലും തന്നിട്ട് പറയും ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചോളാൻ പറയും. അല്ലാതെ വേറെ ഇവിടുന്ന് അങ്ങനെ മരുന്നൊന്നും കിട്ടാറില്ല. അതല്ലെങ്കിൽ ചുമയുടെ എന്ന് പറഞ്ഞ ഒരു കുപ്പി കൊണ്ടുവന്ന ഒരു മരുന്ന് തരും. ഇതൊക്കെ ഉള്ളൂ. പുറത്തേക്ക് ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ വരുന്ന അപ്പുറത്ത് വന്നാണ്ട് ആ വലിയച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇപ്പോൾ അവിടെ നിന്നാ അറിയാം. 2-3 ഇത് വരുന്നവരോടൊക്കെ ചോദിച്ചു നോക്കണം. അപ്പോൾ അറിയാം മരുന്ന് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന്. മിക്കവാറും മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. G1, G2 ബ്ലോക്കിന് പിൻഭാഗത്ത് പ്രസവ വാർഡിൽ നിന്നും ലേബർ മുറിയിൽ നിന്നും പുറന്തള്ളുന്ന അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതിനാൽ 14 മുതൽ 17 വരെ വാർഡുകളിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികളാണ് ദുരിതമനുഭവിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ കൂട്ടിയിടുന്ന മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് രോഗികൾ മാറാരോഗികളായി മാറുകയാണ്. പനി, ക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞതുമായ രോഗികളുമാണ് വലയുന്നത്. നിക്ഷേപിക്കുന്ന മാംസാവശിഷ്ടങ്ങൾ കാക്കകളും തെരുവു നായ്ക്കളും കൊത്തിയും കടിച്ചു വലിച്ചും പ്രദേശമാകെ വ്യാപിക്കുന്നതിനാൽ ആശുപത്രി പരിസരമാകെ മലീനസമായിരിക്കുന്നു. ആശുപത്രി അധികാരികൾ ഇതിന് പരിഹാരം കാണുന്നതിന് നിർമ്മാണം പൂർത്തീകരിച്ച മാലിന്യ നശീകരണ കേന്ദ്രം പ്രവർത്തിപ്പിക്കുവാനും തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ജോലിക്കാർ പറയുന്നത് അങ്ങനെ, നേഴ്സിംഗ് സൂപ്രണ്ട് ജോലിക്കാരെ ഇടത്തില്ല. ഇതാണ് ഇവിടുത്തെ ബാക്കിയുള്ളവരുടെ പരാതി. അവരിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞപ്പോൾ 6-ൻ്റെ അന്ന് ഇവിടെ തുടച്ച്. ഏറ്റവും കൂടുതൽ രോഗികൾ കിടക്കുന്ന 14-ാം വാർഡ് നിങ്ങൾ ചെന്ന് നോക്ക്. ഒന്നുമില്ല, ബാത്റൂമിലോട്ട് കയറാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ഇവിടെ ശുചീകരണ പ്രവർത്തനമില്ല. ജനകീയ ആതുരാലയം എന്നറിയപ്പെടുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിനെ തകർക്കുവാനുള്ള പദ്ധതികൾ അണിയറയിൽ നടക്കുന്നു എന്നാണ് സൂചന. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് എന്ന പേരിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനധികൃത നിയമനങ്ങൾ വ്യാപകമാവുകയാണ്. ലാബ് ടെക്നീഷ്യന്മാർ, സെക്യൂരിറ്റി ജീവനക്കാർ, സ്വീപ്പർ തുടങ്ങി പല തസ്തികകളിലും ഭരണകക്ഷി നൽകുന്ന പട്ടിക പ്രകാരമാണ് നിയമനങ്ങൾ നടക്കുന്നത്.
മതിയായ യോഗ്യതയുള്ള 10,000 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി വർഷങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് മറ്റു ചില താൽപര്യങ്ങളുടെ പേരിൽ ചിലർക്ക് നിയമനങ്ങൾ നൽകുന്നത്. ഹരിപ്പാട് മണ്ഡലത്തിലുള്ളവർ 2 ലക്ഷം രൂപ ചികിത്സ കൊടുക്കും. ആലപ്പുഴ ജില്ലയിലെ BPLകാർക്ക് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം കൊടുക്കും. എന്നാൽ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ഫയലുകളും പരിശോധിച്ച ഒരാളാണ് ഞാൻ. വിവരാവകാശ നിയമം അനുസരിച്ച് മെഡിക്കൽ കോളേജിന് മുഴുവൻ ഫയലുകളും എടുത്ത് പഠനം നടത്തിയതിൽ അവിടെ ഒരു സ്ഥലത്തും ഈ മെഡിക്കൽ കോളേജ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹരിപ്പാട് മണ്ഡലത്തിലുള്ളവർക്ക് 2 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി നൽകുമെന്നോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ BPLകാർക്ക് 1 ലക്ഷം രൂപയുടെ ചികിത്സ നൽകുമെന്നോ ഇതിൻ്റെ ഒരു സ്ഥലത്തും പ്രതിപാദിക്കുന്നതായി എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. 27ഓളം ആളുകൾ ഇതിൻ്റെ 5 കോടി രൂപ ഷെയർ എടുത്തതിൻ്റെ ഗവൺമെൻറ് ഉത്തരവിൽ പേര് പ്രതിപാദിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർ ഈ രംഗത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധമില്ലാത്ത മദ്യവ്യവസായം അടക്കം നടത്തുന്ന മുതലാളിമാരാണ് ഇതിനകത്ത് 5 കോടി രൂപ ഷെയർ ക്യാപിറ്റൽ എടുത്തിരിക്കുന്നതെന്നുള്ളതാണ് വസ്തുത. പ്രതിസന്ധികൾ വിട്ടൊഴിയാത്ത വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഉയരുമ്പോഴും ഇതിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങളുടെയും രോഗികളുടെയും കണ്ണ് മൂടിക്കെട്ടുന്നത്. 30% ഡോക്ടർമാരുടെ കുറവുള്ളപ്പോഴും വണ്ടാനത്ത് നിന്ന് ഡോക്ടർമാരുടെ തസ്തിക ഉൾപ്പെടെ മറ്റു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണുള്ളത്. 304 നഴ്സുമാർ വേണ്ടിടത്ത് ഇവിടെയുള്ളത് 118 പേർ മാത്രം. 25% മറ്റ് ജീവനക്കാരുടെയും കുറവുള്ള ആശുപത്രിയിൽ ഇതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരുന്നതാകട്ടെ സാധാരണക്കാരായ രോഗികളും. ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്ത് ഒരു കാരണവശാൽ മനുഷ്യനാണ് നിൽക്കാനൊക്കത്തില്ല. ദുർഗന്ധമാണ്. ഇത് പരിസരം പോലും വൃത്തിയല്ല. ഇതിനകത്ത് തന്നെ കയറി നോക്കിയാൽ ഇതിനകത്ത് ചില ഭാഗങ്ങൾ വൃത്തികേടായി കിടക്കും, വൃത്തിശൂന്യമായി കിടക്കുക. ഇവിടെ പഴയ സാധനങ്ങൾ നമ്മൾ തള്ളുന്നിടാം, അതും മഹാവൃത്തികേടാണ്. അല്ല, ഇതിനകം വൃത്തിയെന്ന് പറയാൻ കുറേ ഭാഗം മനുഷ്യൻ സഞ്ചരിക്കും, ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ വൃത്തി, ബാക്കിയെല്ലാം മഹാവൃത്തികേടായിട്ട് കിടക്കാം. വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുക, വികസനം ത്വരിതപ്പെടുത്തുക തുടങ്ങിയവയാണ് അത്യാവശ്യം വേണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗം പുരോഗമിച്ചതും ആരോഗ്യരംഗം വളർന്നതും മുക്കിനും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചല്ല. മറിച്ച് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ആരോഗ്യ ശൃംഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരു ഇന്ത്യയിലേക്കും ലോകത്തിനും മാതൃകയാക്കുന്ന നിലയിൽ ആരോഗ്യരംഗത്ത് ഒരു കുതിച്ചുചാട്ടം നടത്തിയത്. അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും രോഗാതുരതയുമായി പരാധീനതകളുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ മുക്കിനും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ചികിത്സ ലഭ്യമാകുമെന്നും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്നുള്ള കാഴ്ചപ്പാട് തന്നെ വികലമായ കാഴ്ചപ്പാടാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പുകളും കൊണ്ടുവരിക, ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ടത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ റഫറൽ ആശുപത്രിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. വേണ്ടത് ആൾക്കാരോട് കുറേ നന്മയായിട്ട് ഇവിടുത്തെ ഈ ജോലിക്കാർ പെരുമാറുക. കാരണം അവർ പറയുന്നത് ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് മറുപടി ഇല്ലാത്ത പറച്ചിലാണ് പറയുന്നത്. നമ്മൾ വെറും രോഗികളായിട്ട് വെറും ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്ന് കിടക്കുന്നതായിട്ടും അവരതിരി ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നായി തൂക്കുകയും വാരുകയും ചെയ്ത് അവർ അവജ്ഞ വെച്ച പെരുമാറ്റമാണ് നമ്മളെ രോഗികളോട് കാണിക്കുന്നത്. വിശാലമാക്കിയെടുത്ത് ഗുണപ്രദമായ നിലയിൽ മനുഷ്യന് മരുന്ന് കൊടുക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാവണം. ഇതെല്ലാ രോഗികൾക്കും, മെൻ്റൽ രോഗികൾക്കും, കുട്ടികൾക്കും, ഗർഭിണികൾക്കും മറ്റു എല്ലാ ആളുകൾക്കും ഒന്നിച്ചു മരുന്ന് വാങ്ങുക, അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറ്റം ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലതാണ്. ഒരു മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം ആശുപത്രിയാണ്. പൊതുപണം ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്ത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആതുരാലയമായി മാറാൻ കഴിവുള്ള ഒരു മെഡിക്കൽ കോളേജാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെടണം. ഒറ്റക്കെട്ടായ പ്രവർത്തനം ഫോർ ദ പീപ്പിൾ ആഹ്വാനം ചെയ്യുന്നു. ഫോർ ദ പീപ്പിളിൻ്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. സാധാരണക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ നമ്മുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തയാഴ്ച കാണും വരയ്ക്കും നമസ്കാരം.